നമസ്കാരം. ഈ വെർട്ടിബ്രൽ ലിസ്റ്റസിസ് അല്ലെങ്കിൽ സ്പോണ്ടിലോലിസ്റ്റസിസ് എന്ന ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ നട്ടലിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ നട്ടലിൽ കശേരുക്കൾക്ക് ഉണ്ടാകുന്ന തെന്നലുകൾ അല്ലെങ്കിൽ തെറ്റലുകളാണ് ശരിക്കും സ്പോണ്ടിലോലിസ്റ്റസിസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നട്ടലിലെ അവസാനത്തെ ഭാഗം ലംബാർ വെർട്ടിബ്രയിലെ കശേരുക്കൾക്ക് ഉണ്ടാകുന്ന തെന്നലിനെയാണ് നമ്മൾ ലംബാർ സ്പോണ്ടൈലോലിസ്റ്റസിസ് എന്ന് പറയുന്നത്. സാധാരണ തന്നെ ഇതിലെ 4-ാമത്തെയും 5-ാമത്തെയും കശേരുക്കളാണ് സാധാരണ തെന്നുക. അതിന് പലപ്പോഴും കാരണമാകുന്നത് നമ്മുടെ ഡിസ്കിലേക്കൊക്കെയുള്ള അതുപോലെ നട്ടലിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അവിടെ ഡീജനറേഷൻ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഡിസ്കിന് ചെറിയ തെന്നലുകൾ ഉണ്ടാവുകയും ഡിസ്ക് പൊട്ടുകയൊക്കെ ചെയ്യുമ്പം ഡിസ്കിൻ്റെ മേളിൽ നിരങ്ങി നീങ്ങുന്ന കശേരുക്കൾ ആ കശേരു ഒന്ന് നീങ്ങിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഡിസ്റ്റസിസ് അല്ലെങ്കിൽ ലിസ്റ്റസിസ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റസിസ് സാധാരണഗതിയിൽ എപ്പോഴും ഉണ്ടാകുമെന്നെങ്കിൽ ആൻറ്റീരിയർ ഡയറക്ഷൻ, അതായത് മുമ്പോട്ട് തെന്നിയിരിക്കലാണ്. ചിലപ്പോൾ അതിന് ബാക്കിലോട്ട് തെന്നിയിരിക്കാം. അങ്ങനെ മുമ്പിലോട്ട് തെന്നിയിരിക്കുന്നതിന് നമ്മൾ ആൻറ്റീരിയർ ലിസ്റ്റസിസ് എന്ന് പറയും. പുറകോട്ട് തെന്നിയിരിക്കുന്നതിന് നമ്മൾ റിട്രോലിസ്റ്റസിസ് എന്ന് പറയും. ഇത് കൂടാതെ ചിലപ്പം സൈഡിലോട്ട് തെന്നിയിരിക്കാം, നട്ടല് കശേരു ഒന്ന് തെന്നിയിരിക്കാം. പലപ്പോഴും എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ഇത് തെന്നിയിരിക്കുന്ന കാണാം. അങ്ങനെ തെന്നിയിരിക്കുന്നതിന് സൈഡിലോട്ട് തെന്നിയിരിക്കുന്നതിന് നമ്മൾ ലാറ്ററൽ ലിസ്റ്റസിസ് എന്ന് പറയും. ഏതായാലും ഇങ്ങനെ നട്ടലിലെ കശേരുക്കളൊന്ന് തെന്നിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? സാധാരണഗതിയിൽ നടുവേദന ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഈ വെർട്ടിബ്രൽ ലിസ്റ്റസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പോണ്ടിലോലിസ്റ്റസിസ് എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് പ്രൊലാപ്സ് ആണ്. ഡിസ്കിന് ഡീജനറേഷൻ ഉണ്ടായതിനു ശേഷം ഡിസ്കിൻ്റെ മുകളിലിരുന്നത് തെന്നുന്നതാണ് സാധാരണ കണ്ടീഷൻ. ചിലപ്പോൾ ഡിസ്ക് പൊട്ടിയെന്നിരിക്കാം, ഡിസ്ക് ഡീജനറേറ്റഡ് ആയി ചുരുങ്ങിയെന്നിരിക്കാം. അപ്പോഴും ഈ കശേരു ഒന്ന് തെന്നിക്കൂടായിക്കയില്ല. ചിലപ്പം നല്ല ഫോഴ്സിൽ വന്നിട്ട് അവിടെ എന്തെങ്കിലും ഇടിയേക്കുക, അല്ലെങ്കിൽ മറിഞ്ഞു വീഴുമ്പോൾ നടുവിടിച്ച് മറിഞ്ഞു വീഴുക. പലരും പടിയിലൊക്കെ മറിഞ്ഞു വീഴാറുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടായിക്കൂടായികയില്ല. സാധാരണഗതി ഇരിക്കുമ്പം കുറച്ച് വേദന കുറയുമെങ്കിലും അവിടുന്ന് എണീക്കുമ്പോഴത്തേക്കും ഒരു ക്യാച്ചിങ് പെയിൻ, പെട്ടെന്നൊരു പിടുത്തം പോലത്തെ ഒരു വേദന. ചിലപ്പോൾ ഈ വേദന വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് കഠിനമായിട്ടുള്ള വേദന, നമ്മൾ ചിലപ്പോൾ കിടന്നു പോകുന്ന വേദന. കിടക്കുമ്പോൾ കുറച്ച് ആശ്വാസം, പക്ഷേ തിരിയുമ്പോഴും മറിയുമ്പോഴും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ചിലപ്പോൾ വളരെയേറെ തെന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിത്തീരും. അതുമാത്രമല്ല നമ്മുടെ ബ്ലാഡറിനും, അതായത് യൂറിൻ പാസ് ചെയ്യുന്നതിനും മോഷൻ പോകുന്നതിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അതെല്ലാം തനിയെ പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. ഇത്തരം വെർട്ടിബ്രൽ ലിസ്റ്റസിസുകൾ സാധാരണഗതിയിൽ വളരെയേറെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർജറി പോലെയുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഇത്തരം വെർട്ടിബ്രൽ ലിസ്റ്റസിന് അല്ലെങ്കിൽ സ്പോണ്ടിലോലിസ്റ്റസിന് ആയുർവേദത്തിൽ വളരെ നല്ല ചികിത്സാക്രമങ്ങൾ ലഭ്യമാണ്. അത് വിവിധതരം കടിയോസി പോലെയുള്ള, അതുപോലെ പിജു, പുറംപടകൾ, ഇങ്ങനെ വിവിധതരം കിഴികളുടെ പ്രയോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെയും സ്നേഹപാനം പോലെയുള്ള ചികിത്സയിലൂടെയും അതുപോലെ വിവിധതരം വസ്തികളുടെ പ്രയോഗവുമൊക്കെ വെർട്ടിബ്രൽ ലിസ്റ്റസിസിൽ വളരെ ഭംഗിയായി ഉപയോഗിച്ചു വരുന്നു. പലരും ചോദിക്കാറുണ്ട്, ആയുർവേദത്തിൽ ഈ ലിസ്റ്റസിന് ചികിത്സയുണ്ടോ എന്ന്. തീർച്ചയായും ആയുർവേദത്തിൽ ലിസ്റ്റസുകൾക്ക് അല്ലെങ്കിൽ സ്പോണ്ടൈലോലിസ്റ്റസുകൾക്ക് വളരെ നല്ല ചികിത്സ ലഭ്യമാണ്. സ്നേഹപാനം, അതുപോലെ വിവിധതരം വസ്തികളുടെ പ്രയോഗം, വിരേചനം തുടങ്ങിയുള്ള പഞ്ചകർമ്മ ചികിത്സയും, ഒപ്പം തന്നെ പുറമേ പ്രയോഗിക്കുന്ന വിവിധതരം പുറംപടകൾ, കടിവസ്തി പോലെയുള്ള വസ്തികൾ, ഇതുകൂടാതെ മർമ്മപ്രയോഗങ്ങളും ട്രാക്ഷനുമെല്ലാം ആയുർവേദത്തിൽ ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ശ്രീരുദ്രയിൽ ഇത്തരം ചികിത്സകൾ, വെർട്ടിബ്രൽ ലിസ്റ്റസിസിനുള്ള വളരെ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ്. ഇനി ലിസ്റ്റസിനെ പറ്റിയുള്ള പേടി നിങ്ങൾക്ക് വേണ്ട.